കഴിഞ്ഞ ദിവസം ലോകം മുഴുവൻ ആകാംക്ഷയോടെ ആകാശത്തേക്ക് നോക്കി നിന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം മനുഷ്യൻ വീണ്ടും ചന്ദ്രനെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ച അത്ഭുത നിമിഷം. ആർടെമിസ് 2 മിഷന്റെ വിക്ഷേപണം. 1972 അവസാനിച്ച അപ്പോളോ ദൗത്യങ്ങൾക്ക് ശേഷം 54 വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും മനുഷ്യൻ ഉൾപ്പെടുന്ന ഒരു ചാന്ദ്രയാത്ര യാഥാർത്ഥ്യമാവുകയാണ്. അതിശക്തമായ ശബ്ദത്തോടും കരുത്തോടും കൂടി സ്പേസ് ലോഞ്ച് സിസ്റ്റം അഥവാ SLS റോക്കറ്റ് ഭൂമിയിൽ നിന്ന് ഉയർന്നത് വെറുമൊരു വിക്ഷേപണമായിരുന്നില്ല. അത് മനുഷ്യൻ്റെ വലിയ സ്വപ്നങ്ങളുടെ പുനരുജ്ജീവനമായിരുന്നു. റോക്കറ്റിന് മുകളിൽ ഒറിയോൺ പേടകത്തിനുള്ളിൽ 4 ധീരരായ ബഹിരാകാശ യാത്രികർ മനുഷ്യ ചരിത്രത്തിലെ പുതിയ അധ്യായങ്ങൾ കുറിക്കാൻ യാത്രയായി. വിക്ഷേപണത്തിന് ശേഷം ഒറിയോൺ പേടകം നമ്മുടെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ഇപ്പോൾ പേടകത്തിലെ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ മുതൽ നാവിഗേഷൻ വരെയുള്ള ഓരോ കാര്യങ്ങളും അതിസൂക്ഷ്മമായി ഗവേഷകർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദൗത്യത്തിൻ്റെ വിജയം ഭാവിയിലെ ബഹിരാകാശ പര്യവേക്ഷണങ്ങൾക്ക് കരുത്തേക്കും. യാത്രയിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് ട്രാൻസ് ലൂണാർ ഇൻജെക്ഷൻ. ഈ ഘട്ടത്തിൽ ഒറിയൻ പേടകം നമ്മുടെ ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയങ്ങൾ കടന്ന് ചന്ദ്രനിലേക്കുള്ള ദീർഘയാത്ര ആരംഭിക്കും. ഭൂമിയെ പിന്നിലാക്കി അതിസുന്ദരമായ ഡീപ്പ് സ്പേസ് അനുഭവത്തിലേക്ക് അവർ കടക്കുന്ന നിമിഷമായിരിക്കും അത്. ഇതൊരു ലാൻഡിംഗ് മിഷൻ അല്ലെങ്കിലും മനുഷ്യനുമായിട്ടുള്ള ഈ ഒരു ഫ്ലൈ ബൈ വളരെ പ്രധാനമാണ്. ചന്ദ്രനെ ചുറ്റി സഞ്ചരിക്കുമ്പോൾ ഉപരിതലത്തെ അടുത്തറിയാനും ഭാവിയിൽ മനുഷ്യൻ ഇറങ്ങേണ്ട സ്ഥലത്തെക്കുറിച്ച് വിശദമായി പഠിക്കാനും ഇത് വളരെ സഹായകമാണ്. ഈ ദൗത്യത്തിലെ 4 അംഗങ്ങളായ ജെറമി ഹാൻസൻ, റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റ്യന കോച്ച് തുടങ്ങിയവർ വെറും യാത്രികർ അല്ല. അവർ കോടിക്കണക്കിന് മനുഷ്യരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും പേർന്നവരാണ്. അതുകൊണ്ട് തന്നെ ലോകം ഇവരെ വളരെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഏകദേശം 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യാത്ര വെല്ലുവിളികൾ നിറഞ്ഞതാണ്. പക്ഷേ ലക്ഷ്യം വളരെ വലുതുമാണ്. ദൗത്യത്തിന് ശേഷം ശാന്തസമുദ്രത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്നതോടുകൂടി ഈ ദൗത്യത്തിന് ഈ ചരിത്ര ദൗത്യത്തിന് വിരാമമാകും. ആർടെമിസ് 2 ഒരു തുടക്കം മാത്രമാണ്. ഈ ദൗത്യത്തിൻ്റെ വിജയം ആർടെമിസ് 3യിലേക്കുള്ള വഴി തുറക്കും. അങ്ങനെ മനുഷ്യൻ വീണ്ടും ചന്ദ്രനിൽ കാലുകുത്തും. അതിനുശേഷമുള്ള നമ്മുടെ ലക്ഷ്യം ചൊവ്വ അഥവാ മാഴ്സ് ആയിരിക്കും. കഴിഞ്ഞ ദിവസത്തെ വിക്ഷേപണം നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ സ്വപ്നം കാണുന്നിടത്തോളം ആകാശം പോലും ഒരു പരിധിയല്ല. ചന്ദ്രനിലേക്കുള്ള യാത്ര വീണ്ടും തുടങ്ങി. ചരിത്രം വീണ്ടും എഴുതപ്പെടുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.